ഹെൽത്ത് കഫേ പ്രായോജകർ സുനിത ഫർണിച്ചർ കണ്ണൂർ. ഫർണിച്ചർ വ്യാപാര വിപണന രംഗത്ത് 41 വർഷത്തെ ജനവിശ്വാസം ആർജിച്ച സ്ഥാപനം. കിടിലൻ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ. ഇനി ഫർണിച്ചറുകൾ മറ്റെവിടെയും കിട്ടാത്ത വിലയിൽ വാങ്ങാം. കൂടാതെ ഫ്രീ ഡെലിവറി സൗകര്യവും. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, മാട്രസ് എന്നിങ്ങനെ എല്ലാത്തരം ഫർണിച്ചറുകളും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും ലഭിക്കും. ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് KTDC ലൂംലാൻഡ് ഹോട്ടൽ നിയർ ആശീർവാദ് ഹോസ്പിറ്റൽ. ഹെൽത്ത് കഫേ. ഹെൽത്ത് കഫേയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഹെൽത്ത് കഫേയിൽ മസ്തിഷ്കാഘാതം ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഫാമിലി ഫിസിഷ്യനും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ജിതിൻ ജോർജുമായി അജയ് കുമാർ കരിവെള്ളൂർ നടത്തുന്ന അഭിമുഖം കേൾക്കാം. നമസ്കാരം. കേരളത്തിൽ മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക് വർദ്ധിച്ചു വരുന്ന ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നമാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ശ്രോതാക്കളുമായി സംസാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഹെൽത്ത് കഫേയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഫാമിലി ഫിസിഷ്യനും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ജിതിൻ ജോർജ് അവർകളാണ്. സ്വാഗതം സർ. താങ്ക് യു. ആദ്യം തന്നെ ഞാൻ സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സ്ട്രോക്ക് എന്നാൽ സാധാരണഗതിയിൽ നമ്മുടെ ബ്രെയിനിലെ രക്തക്കുഴലുകളിലെ രക്തം കട്ടപിടിക്കുകയോ അതോ രക്തസ്രാവം വഴിയോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വരുന്ന ഒരു സൈഡ് തളർച്ചയോ അല്ലെങ്കിൽ നാവ് കോടിപ്പോകുക അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നാവ് കുഴഞ്ഞു പോവുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരിക വഴി അവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കൂടുതൽ കാലം കിടപ്പ് രോഗിയായി നിൽക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് തള്ളിവിടുക, ഇതെല്ലാം ഒരാളെയും അയാളുടെ ജീവിതത്തെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രോക്ക് എന്നതിനെ കുറിച്ചുള്ള അവബോധം വളരെ അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ ആശുപത്രിയിൽ തന്നെ, ജില്ലാ ആശുപത്രിയിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് സ്ട്രോക്കുമായി കാഷ്വാലിറ്റിയിൽ എത്തിച്ചേരാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അവബോധം നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. എന്താണ് സ്ട്രോക്ക് എന്നും സ്ട്രോക്കിന്റെ പ്രധാന ലക്ഷണങ്ങളെ കുറിച്ച് സാർ പറഞ്ഞിരിക്കുകയാണ്. സ്ട്രോക്കിന് പൊതുവെ ഒരു ഗോൾഡൻ അവേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് സാർ ഒന്ന് വിശദീകരിക്കാമോ? സ്ട്രോക്കിന്റെ ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ 4 മണിക്കൂറാണ്. അപ്പോൾ ജനങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് തന്നെയാണ്. ഒരു പ്രാവശ്യം കൂടി ഞാനത് ക്ലിയർ ആയി പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ പൊതുവെ ഒരു സൈഡ് തളർന്നു പോകുന്ന അവസ്ഥയാണ്. അത് കയ്യും കാലും പൊക്കാൻ പറ്റാത്ത അവസ്ഥ, ഇല്ലെങ്കിൽ നാവ് കോടിപ്പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ നാവ് കുഴഞ്ഞു പോവുക. ഇങ്ങനത്തെ ലക്ഷണം കണ്ടാൽ ഇത് സ്ട്രോക്ക് ആയിരിക്കാമെന്ന് അനുമാനിക്കുകയും സമയം പാഴാക്കാതെ, ഞാൻ പറഞ്ഞല്ലോ ആദ്യം 4 മണിക്കൂർ വളരെ പ്രധാനമാണ്. അതിനാൽ തന്നെ ഏത് ആശുപത്രിയിൽ പോകണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. CT സ്കാൻ ഉള്ള ആശുപത്രിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ നമ്മൾ ചെറിയൊരു ക്ലിനിക്കിലോ അല്ലെങ്കിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ CT ഇല്ലാത്ത സ്ഥലത്ത് പോയാൽ നമ്മൾ സമയം നഷ്ടപ്പെടുത്തും. സമയം നഷ്ടപ്പെടുത്താതെ CT ഉള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. കാരണം 2 തരത്തിലെ സ്ട്രോക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞു. രക്തം കട്ട പിടിക്കുക വഴി അല്ലെങ്കിൽ ബ്ലീഡിങ് വഴി. ഇതിന് രണ്ടിനും 2 ചികിത്സയാണ്. അപ്പോൾ CT എടുത്താലേ നമുക്ക് അടുത്ത ചികിത്സ എന്താണെന്ന് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സമയം കളയാതെ CT ഉള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ കണ്ട ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ CT ഉള്ള ആശുപത്രിയിലേക്ക് എത്തിക്കണം. ശരി. സ്ട്രോക്കിന്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ പൊതുവെ അറിയപ്പെടുന്ന രക്തസമ്മർദ്ദവും പ്രമേഹമൊക്കെ ഒരു പ്രധാന വില്ലനാണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? തീർച്ചയായും. സ്ട്രോക്ക് വരുന്നവരിൽ മേജർ കാരണം പ്രഷർ തന്നെയാണ്, ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ പലരും നമ്മുടെ ഇടയിൽ തന്നെ ജീവിക്കുന്നവരിൽ പ്രഷർ ഉണ്ടാവുകയും അതിൻ്റെ ലക്ഷണങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാറ്. പക്ഷേ ഞാൻ പറയുമ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊരു 6 മാസത്തിലൊരിക്കലോ ഒക്കെ BP എങ്കിലും ചെക്ക് ചെയ്തിരിക്കണം. നമുക്കിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ പ്രഷറാണ് ഇതിൻ്റെ മെയിൻ റിസ്ക് ഫാക്ടർ. ഇതിനകത്തേക്ക് ആക്കം കൂട്ടുന്ന 2 ആൾക്കാരാണ്, കൂട്ടുകാരന്മാരാണ്. ഈ പ്രഷറിന്റെ കൂട്ടുകാരന്മാരെന്ന് ഞാൻ പറയും. അതായത് ഷുഗറും കൊളസ്ട്രോളും. ഇവരെല്ലാവരും ഒത്തുചേർന്ന് കൈപിടിച്ചാണ് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ രക്തം 130/80 ലെവലിൽ എത്തിക്കുക എന്നുള്ളത്, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുക. ഇതിന് പല അല്ലാത്ത കാരണങ്ങൾ കൊണ്ടും വരുന്ന സ്ട്രോക്കുകൾ ഉണ്ടെങ്കിലും മെജോറിറ്റി ഓഫ് കേസസ് പ്രഷർ കൊണ്ടാണ് വരുന്നത്. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇത് കൺട്രോളിലാക്കണം. ഇതിൽ മെയിൻ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണ രീതിയും വ്യായാമവും. ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അതായത് ഭക്ഷണത്തിന്റെ അളവ് മിതത്വം പാലിക്കുകയും എക്സസൈസ് നിരന്തരം ശീലിക്കുകയും ചെയ്താൽ തന്നെ ഒരുപാട് അസുഖങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും. അതോടൊപ്പം സ്ട്രോക്ക് വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ബാലൻസ് തെറ്റുക, കാഴ്ച മങ്ങുക,
മുഖത്തിന്റെ ഒരു ഭാഗം കോടിപ്പോകുക, ആ ലക്ഷണങ്ങൾ ഒന്നുകൂടി സാർ വിശദീകരിച്ച് നന്നായിരിക്കും. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഈ 2 ലക്ഷണങ്ങൾ കൂടി സ്ട്രോക്കിൽ വളരെ റെയറായി പ്രസന്റ് ചെയ്യുക, അതായത് കാഴ്ച മങ്ങുക. അത് നമ്മുടെ തലയുടെ പിൻവശത്തുള്ള രക്തക്കുഴലിലാണ് സ്ട്രോക്ക് വരുന്നതെങ്കിൽ ഈ വ്യത്യസ്തമായ ലക്ഷണങ്ങൾ വരാം. അതായത് തലചുറ്റി വീഴുകയോ, പ്രത്യേകിച്ച് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തലചുറ്റി വീഴുക, പെട്ടെന്ന് ഒരാൾ കുഴഞ്ഞു വീഴുക, ഹാർട്ട് അറ്റാക്ക് അല്ലാതെ വേറെ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്ന ഒരു കാരണങ്ങളിലൊന്ന് തലച്ചോറിൽ ബ്ലീഡ് ഉണ്ടാവുമ്പോഴും പെട്ടെന്ന് തലകറങ്ങി വീഴുന്ന ലക്ഷണങ്ങൾ കാണാറുണ്ട്. വേറൊന്ന് ബാലൻസിന്റെ പ്രോബ്ലം. ഇതെല്ലാം പോസ്റ്റീരിയർ സ്ട്രോക്ക് എന്ന് പറയും, അതായത് തലയുടെ പിൻഭാഗത്ത് വരുന്ന സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളായി ഇത് കാണാറുണ്ട്. ഇതിനു മുമ്പ് നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗത്ത് അല്ലെങ്കിൽ സൈഡിൽ ഉള്ള രക്തസപ്ലൈയിലേക്കാണോ പ്രശ്നങ്ങൾ വരുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ 4 ലക്ഷണങ്ങൾ അത് ഓർത്തിരിക്കാൻ നമ്മൾ സിമ്പിളായിട്ട് കോഡ് പറയും. ഫാസ്റ്റ് എന്നാണ് അതിൻ്റെ കോഡ്. ഇംഗ്ലീഷിൽ FAST, അതായത് എഫ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഫേസ് ഡ്രൂപ്പ്, ഫേസ് ഡീവിയേഷൻ. ആ എ എന്ന് പറഞ്ഞാൽ ആം ഡ്രിഫ്റ്റ് എന്ന് പറയും, അതായത് നമ്മൾ കൈ രണ്ടും നേരെ മുന്നോട്ട് പിടിച്ചാൽ കണ്ണടച്ച് നിന്ന ഒരു കൈ താഴേക്ക് പോകും. എസ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം അങ്ങനെ. മൂന്നാമത്തത് ടൈം ഇസ് ഗോൾഡൻ. 4 മണിക്കൂറിനുള്ളിൽ CT ഉള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതും പ്രധാനമാണ്. ഗോൾഡൻ ടൈം നമ്മൾ നേരത്തെ പറഞ്ഞു. സ്ട്രോക്കില് ഗോൾഡൻ ടൈം 4 അവറാണ്, 4 മണിക്കൂറാണ്. കാർഡിയാക് പേഷ്യൻസില് ഗോൾഡൻ അവർ 1 മണിക്കൂറാണ്. ലഹരി ഉപയോഗം, മദ്യപാനം, പുകവലി, ഇതൊക്കെ സ്ട്രോക്കിന്റെ ആഘാതം കൂട്ടാനുള്ള കാരണങ്ങളായിട്ട് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കാം. തീർച്ചയായും പുകവലി പലതിനും ഒരു കാരണക്കാരനാണ്, ക്യാൻസറിനടക്കം. ഈ പറഞ്ഞ പോലെ രക്തം കട്ട പിടിക്കാനും ഒരുപാട് അസുഖങ്ങളുമായി ബന്ധമുള്ള സാധനമാണ് പുകവലി. അത് ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ആണെങ്കിലും അവൻ്റെ ഇച്ഛാശക്തിയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന ഫാക്ടർ. മരുന്നുകളെ ആശ്രയിക്കുന്നതിലും കൂടുതൽ അവനവൻ അത് നിർത്തണം എന്നുള്ള അവബോധത്തിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. കാരണം അവനവൻ അതിനോട് ഒരു നിർത്തണമെന്നുള്ള ബോധ്യം. കുറക്കുക എന്നുള്ള വാക്കേ ഞങ്ങൾ ഉപയോഗിക്കാറില്ല, നിർത്തുക എന്നുള്ള വാക്കാണ് ഉപയോഗിക്കാറ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, പ്രഷറിന്റെ മരുന്നിനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കാൻ സാധിക്കും. പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും മരുന്നിന്റെ എങ്ങനെ കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം പലരും മെജോറിറ്റി കേസിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ, പല ഫേക്ക് മെസ്സേജുകളിലൂടെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ കിഡ്നി ഡാമേജ് ആകും എന്നുള്ള ഒരു ഫേക്ക് മെസ്സേജ് ആളുകളുടെ ഇടയിൽ വ്യാപകമാണ്. അപ്പം ഞാൻ പ്രഷറിൻ്റെ ഗുളികയും ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ ഗുളിക എഴുതാൻ നേരത്തെ ഞാൻ അവരോട് പറയാറുണ്ട്, അതൊരു തെറ്റായ ഇൻഫർമേഷനാണ് കിഡ്നി ഡാമേജ് ആവുമെന്നുള്ളത്. ശരിക്കും കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രഷറും ഷുഗറും കൺട്രോളിൽ വെക്കാൻ വേണ്ടിയാണ് ഗുളിക കഴിക്കുന്നത്. അതുകൊണ്ട് കിഡ്നിക്ക് ഡാമേജ് ഒന്നും ഉണ്ടാവത്തില്ല. ഭാവിയിൽ പല അവയവങ്ങൾ, കിഡ്നി മാത്രമല്ല കണ്ണ്, ഷുഗറൊക്കെ ബാധിക്കാത്ത ഒരു അവയവങ്ങളില്ല, അതുപോലെ തന്നെ പ്രഷറും. അപ്പോൾ അതുകൊണ്ട് ഗുളിക സ്ഥിരമായി കഴിക്കുകയും പ്രഷറും ഷുഗറും കൺട്രോളാക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കിഡ്നി അടിച്ചു പോകും എന്നുള്ള തെറ്റായ ധാരണ, മിഥ്യാധാരണ വെച്ച് പുലർത്തരുത് എന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കും. ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് പ്രധാനമായും സ്ട്രോക്ക് നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിക്കാനുള്ള ഒരു കാരണമായിട്ട്. അപ്പൊ അതിന് നമുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി വ്യായാമം ഉൾപ്പെടെ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് കൂടി ശ്രോതാക്കളുമായി ഒന്ന് സാർ പങ്കുവച്ചാൽ നന്നായിരിക്കും. നമ്മൾ പൊതുവെ നമ്മളിതെല്ലാം തീരുമാനമെടുക്കുകയും നമുക്ക് അതിനോട് മടി തോന്നുകയും ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ടത് നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളിപ്പോൾ ഒരു ഭക്ഷണ രീതിയുടെ കാര്യം എടുത്താൽ, ഒരു ഹോട്ടലിൽ പോയാൽ നമ്മൾ ശ്രദ്ധിച്ചറിയാം, 2 പേർക്കുള്ള ചോറാണ് നമുക്ക് ഇട്ട് തരുന്നത്. നമുക്ക് നോ പറയാൻ പറ്റണം. അതായത് വയറിൻ്റെ 80% നമ്മൾ നിറക്കാൻ പാടുള്ളൂ. അതായത് വിശപ്പിൻ്റെ ഒരു ചെറിയൊരംശം മാറ്റി വെച്ചേക്കണം. അപ്പോൾ നമ്മൾ മിതത്വം പാലിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം. ഇതുവരെ നമ്മോട് സംസാരിച്ചത് കണ്ണൂർ ജില്ലാശുപത്രിയിലെ ഫാമിലി ഫിസിഷ്യനും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ജിതിൻ ജോർജ് അവർകളാണ്. മസ്തിഷ്കാഘാതവും പ്രതിരോധ മാർഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് സാർ നമ്മോട് സംസാരിച്ചത്. ഹെൽത്ത് കഫേയിൽ അതിഥിയായി എത്തിയതിന് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. മസ്തിഷ്കാഘാതം ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഫാമിലി ഫിസിഷ്യനും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ ജിതിൻ ജോർജുമായി അജയ് കുമാർ കരിവെള്ളൂർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്.
ഹെൽത്ത് കഫേ പ്രായോജകർ സുനിത ഫർണിച്ചർ കണ്ണൂർ. ഫർണിച്ചർ വ്യാപാര വിപണന രംഗത്ത് 41 വർഷത്തെ ജനവിശ്വാസം ആർജിച്ച സ്ഥാപനം. കിടിലൻ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ. ഇനി ഫർണിച്ചറുകൾ മറ്റെവിടെയും കിട്ടാത്ത വിലയിൽ വാങ്ങാം. കൂടാതെ ഫ്രീ ഡെലിവറി സൗകര്യവും. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, മാട്രസ് എന്നിങ്ങനെ എല്ലാത്തരം ഫർണിച്ചറുകളും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും ലഭിക്കും. Furniture Factory Outlet opposite KTDC Loomland Hotel near Ashirwad Hospital.